എല്ലാവർക്കും മല്ലുകൂടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാത്രി OTT റിലീസ് ചെയ്യുന്ന സിനിമകളും അതുപോലെ ഈ ആഴ്ച റിലീസ് ചെയ്യുന്ന 15 സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് താനാര എന്ന സിനിമയെ കുറിച്ചാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണൻ, ഷൈൻ ടോം ചാക്കോ, അജു വർഗീസ്, ദീപ്തി തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. പക്ഷേ ഈ താനാര എന്ന സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 27-നാണ് സിനിമയുടെ റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ആനന്ദ് ശ്രീബാല എന്ന സിനിമയെ കുറിച്ചാണ്. സംഗീത, അപർണദാസ്, അർജുൻ അശോകൻ, സൈജു കുറുപ്പ്, ധ്യാൻ ശ്രീനിവാസൻ ഇവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഒരു റിയൽ സ്റ്റോറിയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ലൊരു പ്രതികരണം സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ആനന്ദ് ശ്രീബാലയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്കിലാണ് സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 25-ന് ആമസോൺ പ്രൈമിൽ ആനന്ദ് ശ്രീബാല OTT റിലീസ് ഉണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മണികണ്ഠൻ, രചന, സലീം കുമാർ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. മറിമായൻ ടീമിന്റെ സിനിമയാണ് പഞ്ചായത്ത് ചെട്ടി. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ 24-ന് മനോരമ മാക്സിൽ പഞ്ചായത്ത് ചെട്ടി എന്ന സിനിമ റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് സ്വർഗവാസൽ എന്ന സിനിമയെ കുറിച്ചാണ്. RJ ബാലാജി, സെൽവരാഘവൻ, സാനിയ, ഷറഫുദ്ദീൻ തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ഡ്രാമ മൂവിയാണ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡിസംബർ 27-ന് നെറ്റ്ഫ്ലിക്സിലാണ്. അടുത്തൊരു അപ്ഡേറ്റ് അയാം കാതലൻ എന്ന സിനിമയെ കുറിച്ചാണ്. നസ്ലിൻ, അനീഷ്മ, വിനീത്, ദിലീഷ് പോത്തനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായം മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പ്രേമലുവിന് ശേഷമാണ് കാതലൻ എന്ന സിനിമ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ഹാക്കറുടെ കഥയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. ഇപ്പോഴിതാ മനോരമ മാക്സ് കാതലൻ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്ക് റിലീസ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ഒരുപാട് സിനിമകൾ ആമസോണിൽ ഈ ആഴ്ച വരുന്നുണ്ട്. അതുകൊണ്ട് കാതലൻ എന്ന സിനിമ ജനുവരി 3-ലേക്ക് മാറ്റിയിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് പുഷ്പ എന്ന സിനിമയെ കുറിച്ചാണ്. അല്ലു അർജുൻ, രശ്മിക മന്ദാന, ഫഹദ് ഫാസിലാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. 1500 കോടി സിനിമ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഈ സിനിമയുടെ ലീക്കഡ് പ്രിന്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒഫീഷ്യൽ OTT തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അടുത്ത മാസം ജനുവരി 30-ന് നെറ്റ്ഫ്ലിക്സിലാണ് പുഷ്പ സിനിമയുടെ OTT റിലീസ്. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും അന്ന് റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയെ കുറിച്ചാണ്. ദിലീപ്, തമനയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമ തിയേറ്ററുകളിൽ ഫ്ലോപ്പായിരുന്നു. ദിലീപ് ഒരു ഗാങ്സ്റ്ററായിട്ടാണ് സിനിമയിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ ഡിസംബർ 25 അല്ലെങ്കിൽ 27-ന് ആമസോൺ പ്രൈമിൽ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കൂടുതലും ക്രിസ്മസ് ദിനത്തിൽ തന്നെ സിനിമ നമുക്ക് കാണാൻ സാധിക്കും. തിയേറ്ററിൽ ഇറങ്ങിയിട്ട് 1 വർഷമായി. അങ്ങനെ കാത്തിരിപ്പ് അവസാനിച്ചിരിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് ബുൽബുലേ 3 എന്ന സിനിമയെ കുറിച്ചാണ്. കാർത്തിക് ആര്യൻ, വിദ്യാബാലനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഹൊറർ സിനിമയാണ്. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 27-ന് നെറ്റ്ഫ്ലിക്സിലാണ് ബുൽബുലേ 3-യുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് വാതിൽ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു മലയാള സിനിമയാണ്. വിനയ് ഫോർട്ട്, അനു സിത്താര, മെർലിനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു ത്രില്ലർ സിനിമയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ വാതിൽ എന്ന സിനിമയുടെ OTT അവകാശം മനോരമ മാക്സ് വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരിയിലാണ് സിനിമയുടെ റിലീസ്. OTT തീയതി പുറത്തു വന്നിട്ടില്ല. അടുത്തൊരു അപ്ഡേറ്റ് സ്ക്വിഡ് ഗെയിം 2 എന്ന സിനിമയെ കുറിച്ചാണ്. ഇതൊരു ഹോളിവുഡ് സീരീസ് ആണ്. ഇതിന്റെ OTT ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഡിസംബർ 26-ന് സ്ക്വിഡ് ഗെയിം 2 OTT റിലീസ് നെറ്റ്ഫ്ലിക്സിലുണ്ട്. തമിഴ്, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്. അടുത്തൊരു അപ്ഡേറ്റ് ബറോസ് എന്ന സിനിമയെ കുറിച്ചാണ്. മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമയാണ് ബറോസ്. ക്രിസ്മസിന് ഡിസംബർ 25-നാണ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ഇതൊരു 3D സിനിമയാണ്. ഇപ്പോഴിതാ ഹോട്ട്സ്റ്റാർ ബറോസ് എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ തിയേറ്ററുകളിലെത്തി 1 മാസം കഴിഞ്ഞാൽ OTTയിൽ വരും. അടുത്തൊരു അപ്ഡേറ്റ് സൂക്ഷ്മദർശിനി എന്ന സിനിമയെ കുറിച്ചാണ്. ബേസിൽ നസ്രിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ത്രില്ലർ സിനിമയാണ്. ഈ സിനിമയുടെ OTT ലീക്കായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒഫീഷ്യൽ OTT ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോഴിതാ C5 സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഈ വീക്കിലാണ് സൂക്ഷ്മദർശിനിയുടെ ഒഫീഷ്യൽ റിലീസ്.
അടുത്തൊരു അപ്ഡേറ്റ് ഹലോ മമ്മി എന്ന സിനിമയെ കുറിച്ചാണ്. ഷറഫുദ്ദീൻ ഐശ്വര്യലക്ഷ്മിയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി ഹൊറർ സിനിമയാണ്. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്ന് നല്ല കളക്ഷൻ നേടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സിനിമ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹലോ മമ്മി എന്ന സിനിമ അത്രയ്ക്കും ഹിറ്റായി. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ ലാസ്റ്റ് വീക്കിലാണ് സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 28-ന് ആമസോൺ പ്രൈമിൽ ഹലോ മമ്മി റിലീസുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് കപ്പ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മാത്യു തോമസ്, ബേസിൽ, നമിത പ്രമോദ് തുടങ്ങി ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. റൊമാന്റിക്കൽ സ്പോർട്സ് മൂവിയാണ് കപ്പ്. ഇപ്പോഴിതാ സൈനാപ്ലേ എന്ന OTT പ്ലാറ്റ്ഫോം കപ്പ് എന്ന സിനിമയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുകയാണ്. ഈ മാസമാണ് സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ഡിസംബർ 31-ന് കപ്പ് എന്ന സിനിമ OTT റിലീസ് ചെയ്യും. അടുത്തൊരു അപ്ഡേറ്റ് നടികർ എന്ന സിനിമയെ കുറിച്ചാണ്. ടോവിനോ തോമസ്, ഭാവന, ബാലു വർഗീസ്, ദിവ്യ പിള്ളൈ, അനൂപ് മേനോൻ തുടങ്ങി ഒരുപാട് പേര് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നടികർ എന്ന സിനിമ ഒരു കോമഡി മൂവിയാണ്. പക്ഷേ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ നടികർ എന്ന സിനിമയുടെ OTT അവകാശം ആമസോൺ പ്രൈം വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 5-ന് ആമസോൺ പ്രൈമിൽ നടികർ എന്ന സിനിമ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് മാർക്കോ എന്ന സിനിമയെ കുറിച്ചാണ്. ഉണ്ണി മുകുന്ദൻ, ജഗദീഷ്, സിദ്ദിഖ് തുടങ്ങിയവരാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇപ്പോൾ തന്നെ സൂപ്പർ ഹിറ്റ് ആയിരിക്കുകയാണ്. ആദ്യ ദിനം 10 കോടി 80 ലക്ഷം രൂപ സിനിമ കളക്ഷൻ നേടി. രണ്ടാമത്തെ ദിവസം 20 കോടി സിനിമ പിന്നിട്ടു. ഇപ്പോഴിതാ 3 ദിവസം കൊണ്ട് 30 കോടി സിനിമ കളക്ഷൻ നേടിയിരിക്കുകയാണ്. ആമസോൺ പ്രൈം മാർക്കോ എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു മാസത്തിനുള്ളിൽ ആമസോൺ പ്രൈമിൽ മാർക്കോ എന്ന സിനിമ വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഓശാന എന്ന സിനിമയെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു റൊമാന്റിക്കൽ മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ മനോരമ മാക്സ് ഓശാന എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെയായിരിക്കും സിനിമയുടെ റിലീസ്. സർപ്രൈസ് ആയിട്ടായിരിക്കും ഓശാന എന്ന സിനിമ വരുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഒമർ ലല്ലു അവസാനമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ബാഡ് ബോയ്സ്. റഹ്മാനാണ് സിനിമയിലെ നായകൻ. ഇതൊരു ഫാമിലി കോമഡി മൂവിയാണ്. സിനിമ തിയേറ്ററുകളിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ ഈ സിനിമയുടെ OTT ഹോട്ട്സ്റ്റാർ വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലായിരിക്കും സിനിമയുടെ റിലീസ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് നോക്കിയാൽ ജനുവരി 5-ന് ഹോട്ട്സ്റ്റാറിൽ ബാഡ് ബോയ്സ് എന്ന സിനിമ റിലീസ് ഉണ്ടായിരിക്കും. അടുത്തൊരു അപ്ഡേറ്റ് അയറിൻ അറബി എന്ന സിനിമയെ കുറിച്ചാണ്. മുകേഷ്, ഉർവശി, ധ്യാൻ ശ്രീനിവാസനാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. ഇതൊരു കോമഡി മൂവിയാണ്. ഈ സിനിമ തിയേറ്ററുകളിൽ പരാജയപ്പെട്ടു. ഇപ്പോഴിതാ സൈനാപ്ലേ അയറിൻ അറബി എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസത്തിലാണ് സിനിമയുടെ റിലീസ്. അടുത്ത ആഴ്ചയായിരിക്കും സിനിമ റിലീസിനെത്തുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കടകൻ എന്ന സിനിമയെ കുറിച്ചാണ്. ഡിസംബർ 20-നാണ് സിനിമയുടെ റിലീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് സിനിമ പോസ്റ്റ്പോൺ ചെയ്തു. ഇപ്പോഴത്തെ ഇതിന്റെ ഹിന്ദി വെർഷൻ യൂട്യൂബിൽ റിലീസായിരിക്കുകയാണ്. മലയാളം വെർഷൻ ഇന്ന് രാത്രി വരുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് സിനിമ സൺനെസ്റ്റിൽ OTT റിലീസ് ഉണ്ടാകും. അടുത്തൊരു അപ്ഡേറ്റ് ഹണ്ട് എന്ന സിനിമയെ കുറിച്ചാണ്. ഭാവനയുടെ ഏറ്റവും പുതിയ സിനിമയായിരുന്നു ഹണ്ട്. സിനിമയ്ക്ക് നല്ല കയ്യടി തിയേറ്ററിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു ഹൊറർ മൂവിയാണ്. ഭാവനയെ കൂടാതെ ഒരുപാട് പേര് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ ആമസോൺ പ്രൈം ഹണ്ട് എന്ന സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. സിനിമ സർപ്രൈസ് ആയിട്ടായിരിക്കും വരാൻ പോകുന്നത്. ഡിസംബർ 24 അല്ലെങ്കിൽ 25-ന് ആമസോൺ പ്രൈമിൽ ഹണ്ട് എന്ന സിനിമയുടെ OTT ഉണ്ടായിരിക്കുന്നതാണ്. അടുത്തൊരു അപ്ഡേറ്റ് പണി എന്ന സിനിമയെ കുറിച്ചാണ്. ഈ സിനിമ ഹിറ്റായിട്ടുണ്ടായിരുന്നു. 30 കോടിക്ക് മുകളിൽ സിനിമ കളക്ഷൻ നേടി. ജോജു ജോർജ്, സാഗർ സൂര്യയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ സോണി ലീവ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. ജനുവരി മാസത്തിലാണ് സിനിമയുടെ റിലീസ്. ഡേറ്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എക്സ്പെക്റ്റഡ് ഡേറ്റ് ആയിട്ട് പറയുന്നത് ജനുവരി 1-നാണ്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ OTT അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.